അസ്സലാമലൈക്കും. കോഴിപ്പാടിനാണ്. ഇനി നമ്മളെ കോയമ്പത്തൂർക്കുള്ള പോക്കാണ്. ഞാൻ കുറച്ച് നേരം വൈകി, എന്നാലും അട്ടപ്പാടി വഴിയാണെന്ന് പോണേ. അട്ടപ്പാടി നല്ല വൈബിലുള്ള സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം വരെ പോയി, ചെപ്പോൾ ഞാൻ പോയിട്ട് കുറേ ആയി. അപ്പോൾ ഞാനിന്ന് അവിടുത്തെ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഏറെക്കുറെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുള്ളതൊന്നും അറിയില്ല, ഞാൻ പറയാൻ മറന്നുതരും. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും കാണുള്ളൂ. കാരണം പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി പറയുന്ന സ്ഥലം. പഴയകാല കടകളും പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഏതായാലും ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ അഭിപ്രായം പറയണു. ഒരു കോയമ്പത്തൂർ ഞാൻ പോയി ശരിക്കും പാലക്കാട് ഞാൻ പോക്ക്. ഏതായാലും അത് കാണിച്ചു തരാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുള്ളൂ. അപ്പോൾ ഞാനേ ചാടിക്കാൻ വേണ്ടി കണ്ട് നിർത്തിയതേനു. സമയം ഇപ്പോൾ 6:45 അപ്പോൾ ഞാൻ പോന്നപ്പോൾ ഒരു ചായയും പൊറോട്ടയും അടിച്ചു. രണ്ടാമത്തെ കൂടിയായി. 6:45 രണ്ടാമത്തെ കൂടിയും കഴിച്ചു. മറ്റേ നല്ല തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് ദാഹം. അപ്പോൾ ഇന്ന് ചായ അടിക്കാനിട്ടേണ്ടേ. കോയമ്പത്തൂർ വഴി അട്ടപ്പാടി വഴി കോയമ്പത്തൂർക്കുള്ള യാത്ര എന്ന് പറഞ്ഞാലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണേ. കാരണം ബൈക്കാണ്, കംപ്ലൈൻറ്റ് വരും. അതേപോലെ തന്നെ മറ്റേ ടയർ പൊട്ടും, കേബിൾ പൊട്ടും. പിന്നെ പൈസ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയുക, ഒന്നാമത് ഉള്ളേരിയാണ്. ഒരുപാട് മറ്റേ കാട്ടുകൂടെ ഒന്നായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ശ്രദ്ധിക്കും ചെയ്യണം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നില്ല ഇതിൽ പോകാൻ. കാരണം ഞാൻ അതിന് മുന്നേ ഒരിട്ടവിടെ പോയതാണ്. അങ്ങനെ വെച്ചാൽ നല്ല അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഒരാളും കൂടിയും യാത്രയ്ക്ക് ഒരാളും കൂടി ഒപ്പം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു അർജൻറ്റ് പോക്കും കൂടി ആയപ്പോഴാണ് ഞാൻ പോകാനും ഇതിലതിലെ പോകുന്നത്. മറ്റേത് ഞാൻ മെയിൻ റോഡിൽ കൂടി തന്നെ പോയി. മെയിൻ റോഡിൽ കൂടി എന്ന് പറഞ്ഞപ്പോൾ അലനെല്ലൂർ, മണ്ണാർക്കാട്, മറ്റേ പാലക്കാട് ബൈപ്പാസിൽ കയറിക്കാണ്ട് ഹൈവേക്ക് കയറിയാണ്. പിന്നെ നേരെ കോയമ്പത്തൂർ, ഉക്കട സ്റ്റാൻഡ്, ഗാന്ധിപുരം, അങ്ങനെയാണ് പോക്ക്. ഇന്നിപ്പോൾ ഏതായാലും ഇതിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളേ മറ്റേ മണ്ണാർക്കാട് നെല്ലിപ്പുഴ എന്ന സ്ഥലത്ത് എത്തി. നെല്ലിപ്പുഴക്ക് തന്നെ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് അട്ടപ്പാടി റോഡിന് പോവുക. അപ്പോൾ മണ്ണാർക്കാട് ആശുപത്രി പടി നെല്ലിപ്പുഴ. ഈ നെല്ലിപ്പുഴ ലെഫ്റ്റിക്കുള്ള റോഡ് അട്ടപ്പാടിക്ക് സ്ട്രൈറ്റുള്ള റോഡാണ്. ഇപ്പോൾ റോഡ് കുറച്ച് വീക്കാണ്, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ മറ്റേ സ്ഥലത്തിൻ്റെ പേര് മുക്കാലി എന്ന സ്ഥലത്തെത്തി. ഇനി നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് മൂത്രയ്ക്കാനും മുട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂത്രയിച്ചാണ്ട് ബാക്കിൽ യാത്ര തുടരാം. മറ്റേ റോഡ് വളരെ വീക്കാണ്. കാരണം റോഡ് പണി നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം പൂരം ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ കഴിയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സോളർ ഇട്ടുകൊണ്ടിരുന്നുകൊണ്ട് എപ്പോഴും എല്ലാം പാറിൽ കയറും. അപ്പോൾ ഞാൻ വേറെ വണ്ടീൻ്റെ മുന്നിലേക്ക് ആഡ് ചെയ്യാണ്ട് പോകുന്നതാണ്. ബൈക്കാകുമ്പോൾ അതിനൊക്കെ സൗകര്യമാണ്. വേറെയുള്ള വണ്ടികളാകുമ്പോൾ അതിനൊന്നും കഴിയൂല. അപ്പോൾ ഇനി പൂരിനോട് ശ്രദ്ധിക്കുക. മറ്റേ പൊടി ഉണ്ടാവും. പിന്നെ പണി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലേനും. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. തീർക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ആനക്കട്ടിക്ക് കഴിഞ്ഞു. ആനക്കട്ടി കഴിഞ്ഞാണ്ട് രാവിലെ 1-2 കാലിച്ചായ്മ പോകുന്നതേനു. അപ്പോൾ കാലിച്ചായ എന്തൊരു കത്തിലേക്ക് തിന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ എന്താ പറയുക, ഇപ്പോൾ രസം പ്രത്യേകം എന്താ പറയുക, എനിക്ക് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിച്ചിങ്ങാണ്ട് എടുത്ത് കൈ കഴുകിയാണ്ട് പോയാൽ മതി. പക്ഷേ ഇവിടെ അത് പറ്റൂല. ഇവിടെ ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇവിടുന്ന് കഴിച്ചിരിക്കണം.
അന്നൊന്നും പ്ലേറ്റിൽ ഒരു പേപ്പർ വെച്ചില്ല, പക്ഷെ ഇപ്പോൾ പ്ലേറ്റിൽ ഒരു പേപ്പറൊക്കെ വെച്ചിരിക്കണം. ആ പേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ കൈ കഴുകാൻ പോകുമ്പോൾ പേപ്പർ വെയിറ്റ് വേണം, അല്ലാന്നുണ്ടെങ്കിലാണ് ആ പേപ്പർ അത് വേസ്റ്റ് ചെയ്ത് എടുക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഭരണീൻ്റെ മുന്നേ തന്നെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കണ്ടല്ലോ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കോയമ്പത്തൂർ അതിലൊക്കെ അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വായൻ്റെ ഇലയിൽ തരും. വായൻ്റെ ഇലയിൽ നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ കൈ കഴുകാൻ പോകുമ്പോൾ ആ വായൻ്റെ ഇല എടുത്തുകൊണ്ട് വാഷ് ബേസിൻ്റെ താഴെ ഒരു ബക്കറ്റ് ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി ഇടണം. നമ്മുടെ നാട്ടിൽ നിന്ന് നീച്ചു പോകണ പോലെ ഇവിടുന്ന് ചില സ്ഥലങ്ങളിൽ നീച്ചു പോകാൻ കഴിയില്ല. 2 ദോശയും ഒരു ചായയും 40 റുപ്യ, 15 30 10 40 അങ്ങനെ ആക്കാരം. പക്ഷേ ദോശ തിന്നാണെങ്കിൽ ഇവരെ കൈ കൊണ്ട് ഉണ്ടാക്കണം. ആ ദോശയും ഉഴുന്നുവടിയും ആ ചട്നിയും സാമ്പാറും അതിനൊരു 50 കൊടുത്താലും മുതലാവും. അത്ര ടേസ്റ്റാണ്. ഞാൻ അവിടെ നിന്നും ചാടിക്കാതെ ഇവിടെ നിങ്ങൾ ഇവിടുന്ന് ചായ എടുക്കൽ ഈ ഒരു കാരണം കൊണ്ടാണ്. പാലക്കാട് നമ്മളെ കേരളം കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡേ കാരണം അതൊരു മെയിൻ പോയിൻ്റാണ്. കാരണം എന്താ വെച്ചാൽ മറ്റേ ഇപ്പോൾ ആനക്കട്ടിൻ്റെ അപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടുമാണ്. ആ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ റോഡ് പോകുന്നത് നമുക്കറിയാം, അത്ര ക്ലിയർ റോഡേ കാരണം. ആ മണ്ണാർക്കാട് മുതൽ ആനക്കട്ടി വരെയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. അത് വന്നവർക്ക് നല്ല അനുഭവം ഉണ്ടാവും. ഞാൻ ബൈക്കായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്താണ്ട് മറിച്ച് കട്ടി അടക്കാൻ നമുക്ക് പോരാ. വേറെയുള്ള വലിയ വണ്ടിക്കാർക്ക് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പോരല്ല. പക്ഷെ മറിച്ച് ആനക്കട്ടി കഴിഞ്ഞിങ്ങാണ്ട് കോയമ്പത്തൂർ വരെയുള്ള റോഡ് പറഞ്ഞാൽ നല്ല റോഡൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മറ്റേ കോയമ്പത്തൂർ ഏകദേശം എത്തിക്കണേ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നില്ല, കാരണം എന്താ വെച്ചാൽ മൊബൈൽ ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കായ് പോകും. അപ്പോൾ കോയമ്പത്തൂർ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടി വഴി പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒറ്റയ്ക്ക് പോരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വഴിയിൽ വെച്ചിങ്ങനെ എന്താ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടിയാവും. കാരണം അത്രയും തിങ്ങിയ കാടുകളും അതേമാതിരി മറ്റേ ചുരത്തും വല്ലാതെ ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനോട് ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് കാണില്ല കാഴ്ചയൊന്നും കാണിച്ചു തരാൻ വേണ്ടി എന്തെങ്കിലും ഇതിൽ പോകുന്നതാണ് ഞാനങ്ങനെ പോയിട്ടില്ല. നമ്മൾ പോയിട്ട് എന്താ നമ്മളെ മൊബൈലുണ്ടാവും, പൈസ ഉണ്ടാവും, വണ്ടിയാണ് ചിലപ്പോൾ പഞ്ചറാവും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് ഒക്കെ വരും. അപ്പോൾ മനുഷ്യൻ ഒറ്റയ്ക്ക് പോരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ റോഡ് കുറച്ച് വീക്കാണ്, അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോയമ്പത്തൂർ അല്ലെങ്കിൽ സാധനം പോലെ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട്
അലനല്ലൂർ, മണ്ണാർക്കാട്, പാലക്കാട് വഴി കോയമ്പത്തൂരാണ് പോകല്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ തുവ്വൂരിന് പാലക്കാട് 70 കിലോമീറ്റർ, പാലക്കാട് നിന്ന് കോയമ്പത്തൂർ 48 അല്ലെങ്കിൽ 52 കിലോമീറ്ററൊക്കെയാണ് വരുന്നത്. പിന്നെ ഉക്കട സ്റ്റാൻഡ്, ഉക്കട സ്റ്റാൻഡ് പിന്നെ അവിടുന്ന് കുറച്ചുകൂടി പോകണം. അങ്ങനെയൊക്കെയാണ് വരല്. ഇതിൽ എത്ര കിലോമീറ്ററിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒറ്റക്കും ഇതിൽ പോരുമ്പോൾ മെച്ചം എന്താ വെച്ചാൽ വെയിലും അല്ലാതെ കൊള്ളാതെ ചെറിയൊരു ക്ലൈമറ്റ്, ചെറിയൊരു തണുപ്പും ഉണ്ടാകും. കാരണം അട്ടപ്പാടി വയലെ പോകുന്നേ. അപ്പോൾ അങ്ങനെ പോരാ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ.